ക്രാഫ്റ്റ്. സോ നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു സീരീസ് ആയിട്ടാണ്, പുതിയ സീരീസ് ലെറ്റ്സ് പ്ലേ ആയിട്ടാണ്. പഴയ ലെറ്റ്സ് പ്ലേ അടിച്ചു പോയി, പുതിയ ഫോണൊക്കെ എടുത്തപ്പോൾ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ പ്രസ് ചെയ്താൽ ഇവിടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ നിർത്തുന്നൊന്നുമില്ല, പെട്ടെന്ന് റെക്കോർഡ് പോകാതാണ് പ്രശ്നം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാം. കുറേ ഗൈസ് അങ്ങനെ നോയ്സ് കുറവുണ്ടാവും, അത് ക്ഷമിക്കണം. പട്ടിയുണ്ട്, വീട്ടിലുണ്ട്. അതുകൊണ്ട് കുറേ ഇവിടെ വീട് പണിയൊക്കെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇതാക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് മരം വെട്ടാൻ പോവാനേ, അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. നമ്മൾ ഫസ്റ്റ് ആണ് നമ്മുടെ സ്വാമ്പിലാണ് ഇപ്പോൾ ചാടിയാണ്. അപ്പോൾ മരം വെട്ടാം. ആദ്യത്തെ മരം വെട്ടിയിട്ടുണ്ട്. യെസ്, അപ്പോൾ ആദ്യത്തെ മരം വെട്ടിയിട്ടുണ്ട്. സുധിയണ്ണൻ എക്സ്പ്രസ് അങ്ങനെയല്ലേ പറയാറ്, എനിക്കറിയില്ല. ഓക്കെ, മരം കൊല്ലുമ്പോൾ ഷീപ്പിൻ്റെ വൂള് കിട്ടും. ഈ വൂള് വെച്ച് നമ്മൾ ബെഡ് ക്രാഫ്റ്റ് ചെയ്യും. ടൂൾസിന് മുമ്പ് നമ്മൾ ബെഡ് സെലക്ട് ആക്കുന്ന ഒരു ടീമാണ്. അത്ര ഗൈസ്. ഇന്നല്ല വേണ്ട പോകുന്നു. നിക്കടാ അവിടെ നിന്റെ അന്ത്യമാകുന്നു. നിക്കടാ അവിടെ. കോംപ്ലക്സ് മാൻ. നമുക്ക് നമ്മളവിടെ മരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇച്ചിരി മരമൊക്കെ വെട്ടി നമുക്ക് ഇന്നൊരു സെറ്റിലാവണം. ഒരു പ്ലേസ് ഒന്ന് കണ്ടുപിടിക്കണം നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് കുറേ സാധനങ്ങൾ. അയ്യോ, ഞാൻ എന്തെങ്കിലും ഇതെടുത്ത്. സോറി. നമുക്കിനി ടൂൾസിലോട്ടൊക്കെ മാറണം. അതിന് മുമ്പ് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ അങ്ങ് വെക്കാം. അതിനുശേഷം ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. എനിക്ക് ചെറിയൊരു പണിയുണ്ടാകും, ശ്രദ്ധിക്കരുത് നിങ്ങൾ കേട്ടോ. ഓക്കെ, ഇവിടെ വീട് പണിയും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, ഇനി ഇച്ചിരി കൂട്ടുകൂടെ ആവശ്യമുണ്ട്. ഇങ്ങനെ വെട്ടിയെടുക്കാം. ഒന്നേരെ രണ്ട് ബെഡാ. എടോ എൻ്റെ വുഡ് വാങ്ങി ചുമ്മാ കളിപ്പിക്കല്ലേ മനുഷ്യനെ. ഓക്കെ, 2 വുഡായിട്ടുണ്ട്. നമുക്കിനൊരു ഈ വുഡ് പ്ലാങ്ക്സ് എടുത്തിട്ട് ഇങ്ങനെ നമുക്കൊരു എന്താ പറയുക, ഒരു സ്റ്റിക്ക് റെഡിയാക്കണം. അതിനുശേഷം നമുക്ക് ഒരു എക്സും ഒരു പിക്കാക്സും ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ച് നമ്മുടെ സ്ഥലം കണ്ടുപിടിക്കാൻ പോകും. നമുക്കൊരു സീഡ് അടുത്തൊക്കെ സ്പോണായ നല്ലതായിരുന്നു. സ്പോണല്ല, നമുക്കവിടെ ഒന്ന് സെറ്റാവാൻ വേണ്ടി. സെറ്റെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ലല്ലേ. എന്തിൻ്റെ ആ സാധനം തന്നെ. നമുക്ക് ഈ റെഡ് ചെടി കൊണ്ടുപോകാം. എന്തിനാന്ന് വെച്ചാൽ യൂസ് വരും. ഇങ്ങനെ നടന്നു പോകാം. നമുക്കൊരു സീഡ് അടുത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒന്ന് സോറി, ഇത് ഞാനെന്തിൻ്റെ സ്പോണെന്ന് പറയണേ. എൻ്റെ വാ, നമുക്ക് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് അങ്ങോട്ടല്ലേ പോവാം. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇങ്ങോട്ടെ നമ്മളൊരു അല്ല ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്കിവിടെ സെറ്റിലാവാം, എന്താ പറയണേ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഇതെന്തെന്ന് വെച്ചാൽ നമ്മളിനി ഇതിന് 1.70 മാത്രമേ കളിക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു അത് ഗൈസ്. ഏത് മറ്റേത്. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇങ്ങോട്ട് വെക്കാം. അതിനുശേഷം നമ്മുടെ ബെഡും എടുത്ത് ഇങ്ങോട്ടങ്ങ് വെച്ചേക്കാം. അപ്പോൾ റീസ്പോൺ സെറ്റാക്കി വെച്ചേക്കാം. അപ്പോൾ നമുക്കിനി ഒരു വീട് സെറ്റ് ചെയ്യണം. അപ്പോൾ വീട് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കാം. സോ ഗൈസ്, നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം വീട് ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? വീട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇൻറ്റീരിയറോ ഞാൻ എന്തീ പറയണേ? ഇൻറ്റീരിയർ ആവട്ടെ, അത് തന്നെ. എന്തൊന്നറിയില്ല, പക്ഷേ ആ വീടിൻ്റെ അകം കാണിച്ചു തരാം. നമ്മുടെ വീട് ഇതാണ്. പുറകോസം ഉണ്ട്, മുമ്പോസം ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കയറിയ ഒന്നുമില്ല. ഡോറുണ്ട്. ഡോറ് കയറിയ നടുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിക്കുന്നത് കാണാം. പിന്നെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞാൽ ഒരു ചെസ്റ്റ് കാണാം. അത് എൻ്റെ മുഖത്ത് ഇതാണ് എൻ്റെ അടംബര്യങ്ങളാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മൾ ബെഡ് കാണാൻ പറ്റും. കുറേ സ്ലാബൊക്കെ വെച്ച് കാണാൻ പറ്റും.
അപ്പോൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ 2 ഫർണസ് ഇരിക്കുന്നത് കാണാൻ പറ്റും. അത് ഫർണസാണ്. വീട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട് വീട്? അപ്പോൾ ഇതൊക്കെയുള്ള വീട് ഗൈസ്. അപ്പോൾ ഇത് ഇവിടെ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും സെറ്റാക്കാം. നമുക്കൊരു സ്റ്റോറേജാണ് സെറ്റാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിർത്താൻ പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അയ്യോ ഇവിടെ അല്ല ഗൈസ്, ഇവിടെ ഒരു വാതിലുണ്ട്. ഈ വാതിലിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മുടെ വീടിൻ്റെ പുറകോസാണ്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറയണം. നമ്മുടെ ഈ സീരീസിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുട്ടി ബിൽഡൊക്കെ ഇങ്ങോട്ട് കുത്തി നടക്കണം. അത്രേ ഉള്ളൂ ഈ ബിൽഡിൻ്റെ ഒരു വീഡിയോയുടെ ഡിസ്പ്ലേയുടെ പ്രത്യേകത. മനസ്സിലായി? ഇപ്പോൾ ഒരു മനസ്സിലായി കിട്ടിയില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ചെയ്യുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. അതിന് മുമ്പ് ഗൈസ്, നിങ്ങളെന്താ ഗൈസ് ഒരു സപ്പോർട്ട് ചെയ്യാത്ത? എനിക്കൊരു വ്യൂവിൽ തരുന്നില്ല. ഷോർട്സൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് സപ്പോർട്ട് തരുമെന്നായിരുന്നു. പക്ഷേ പഴയ കൂട്ടൊരു സപ്പോർട്ടും ഇല്ല. എന്താ സപ്പോർട്ട് തരാത്തത്? എനിക്ക് മാത്രം സപ്പോർട്ടില്ലേ? സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. റോഡ് ടു 200 ആണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.